അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്ക് സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അവരത് വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി അതിങ്ങനെ എടുത്ത് ആ കയ്യിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു രണ്ട് വറ്റി ഇങ്ങനെ ഒന്നിങ്ങനെ ഉരച്ച് നോക്കും. ഇതിൽ നിന്ന് മനസ്സിലാകും മൊത്തം ഭക്ഷണത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഒരു 7 നോമ്പൊക്കെ നമ്മുടെ റമളാനിൻ്റെ മൊത്തം അവസ്ഥയെ വിലയിരുത്താനുള്ള ഏറ്റവും നല്ല ഒരു ടൂളാണ്. അപ്പോൾ കുറേ ആളുകളൊക്കെ നമസ്കരിക്കാത്തവരൊക്കെ കുറച്ച് നമസ്കാരം തുടങ്ങി, ഖുർആൻ കുറേ കാലമായി എടുക്കാത്തവരൊക്കെ ഖുർആൻ എടുത്തു. അങ്ങാടിയിൽ ഇങ്ങനെ അന്തം വിട്ട് ക്ലബിലൊക്കെ ഇങ്ങനെ പോയി ഒരു നിയന്ത്രണം ഇല്ലാതെ നടന്നിരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ ക്രമീകരണമൊക്കെ വരുത്തി. ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷേ അത് ഒരു ഭാഗം. 2 ജമാഅത്തായ നിസ്കാരങ്ങൾ ചില ആളുകളൊക്കെ ഒന്ന് തുടങ്ങി. പക്ഷേ എല്ലാം ജമാഅത്തൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചിരുന്ന, എല്ലാ ദിവസവും ഖുർആൻ ഓതിയിരുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെ നോമ്പ് എന്താണ്? ഒന്ന് നിസ്കാരം ഒന്ന് റെഡിയാക്കിയതുകൊണ്ടും ഖുർആൻ പാരായണത്തിലേക്കൊന്ന് കടന്നു വന്നതുകൊണ്ടും നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിച്ചതുകൊണ്ടൊക്കെ നോമ്പിൻ്റെ ഒരു ടോട്ടൽ കാര്യങ്ങൾ പൂർത്തിയാകുന്നുണ്ടോ? വലിയ നേട്ടം തന്നെയാണ്. വലിയ റമളാനിന് കൊടുക്കുന്ന ബഹുമാനം തന്നെയാണ് ഇതൊക്കെ. പക്ഷെ റമളാൻ എന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പരിശീലന കാലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ നമുക്കൊന്ന് വികാരപൂർവ്വം നോക്കാനോ സ്പർശിക്കാനോ പാടില്ലെന്ന് നിയമം വയ്ക്കപ്പെട്ട പകലാണത്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് സ്വന്തം പെണ്ണുമായുള്ള അത്തരം സമ്പർക്കങ്ങളെ ഒരു വ്യക്തി നിരാകരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം. അത്താഴമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടക്കാൻ ഒരുങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ നടുക്കാക്കിയിട്ട് ഭാര്യ അപ്പുറത്തും ഭർത്താവ് ഇപ്പുറത്തും കിടക്കുന്നതിൻ്റെ ഒരു തലം എന്താണ്? അവിടെ അവരാഗ്രഹിക്കുന്നത് ഒരു പൂർണ്ണമായ നോമ്പാണ്. അവരുടെ ശാരീരികമായ സ്പർശങ്ങളിലൂടെ ഒരുതരം വൈകാരികതയിലേക്ക് എത്തരുതെന്ന ബോധപൂർവമുള്ള അവരുടെ ഒരു ചിന്തയാണ്. അത്ര സൂക്ഷ്മതയാണ് കാണിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ തനിക്ക് ആഗ്രഹവും വികാരവും പ്രത്യക്ഷമാകുന്ന ഒന്നിലേക്കും ഒരു വ്യക്തി നോക്കാതിരിക്കുന്നുവെങ്കിൽ, അതിലൂടെ അത്രയും വലിയൊരു ട്രെയിനിങ് സെഷൻ നിർവഹിക്കപ്പെടുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് യൂട്യൂബിലെ മാലിന്യങ്ങളിലേക്കും റീൽസിലേക്കും ഷോർട്സിലേക്കും അർദ്ധനഗ്നകളായ സ്ത്രീകളിലേക്കും പോണോഗ്രാഫി വീഡിയോ ചിത്രീകരണങ്ങളിലേക്കുമൊക്കെ ഒരു വ്യക്തിക്ക് നോക്കാൻ പറ്റുക? ഒരു കാരണവശാലും കഴിയില്ല. മാത്രമല്ല, നിങ്ങൾ നോക്ക്, നോമ്പ് ഉപേക്ഷിച്ചൊരു വ്യക്തിക്കുള്ള പ്രായശ്ചിത്തക്കാളും വളരെ കടുത്ത പ്രായശ്ചിത്തമാണ് നോമ്പ് നോറ്റിട്ട് നോമ്പിൻ്റെ പകലിൽ മറ്റൊരു സ്ത്രീയല്ല, മറ്റൊരു വ്യക്തിയല്ല, സ്വന്തം ഇണയെ ശാരീരിക ബന്ധത്തിൽ വിനിയോഗിച്ച ഒരു വ്യക്തിക്കുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരാൾ വന്ന് പറയുന്നുണ്ട്, നബിയെ ഹലക്തു യാ റസൂലല്ലാ, എനിക്ക് പറ്റിപ്പോയി നബിയെ, ഞാൻ എൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ റസൂൽ ആ മനുഷ്യനോട് 2 മാസത്തെ നോമ്പ് അനുഷ്ഠിക്കാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ നോമ്പിൻ്റെ പകലിൽ അള്ളാഹു നിശ്ചയിച്ച നിയമത്തിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാറി നിന്നപ്പോൾ അതിൻ്റെ പരിഹാരക്രിയ 2 മാസത്തെ നോമ്പനുഷ്ഠിക്കലാണെങ്കിൽ ഈ പരിശീലനം എന്തുമാത്രം സ്ട്രോങ് ആയിട്ടുള്ള പരിശീലനമാണ്. അപ്പോൾ അത് കൊണ്ടൊരു വ്യക്തിക്കുണ്ടാകേണ്ട മാറ്റം, നിസ്കരിക്കാത്തവരൊക്കെ നിസ്കരിക്കാൻ തുടങ്ങി, ജമാഅത്തായി നിർവഹിക്കുന്നവർ കുറച്ചും കൂടി നേരത്തെ പോയി അവരൊന്ന് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തുടങ്ങി. അതൊക്കെ വേണ്ട തന്നെ. പക്ഷേ അത് മാത്രം മതിയാകില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിയെ എനിക്ക് അത്ര കാലമൊന്നും നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്ന വ്യക്തി പറയുമ്പോൾ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന ദർശനത്തിൻ്റെ പ്രായോഗികതയും അതിൻ്റെ അനുകമ്പയും അതിൻ്റെ മാനുഷിക മുഖവും നമ്മൾ കാണണം. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ ഒരു 60 മിസ്കീനുകൾക്ക് നീ ഭക്ഷണം കൊടുക്ക്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറഞ്ഞു, ഞാൻ അത്ര ഒന്നും കൊടുക്കാൻ കഴിയുന്ന ആളല്ല നബിയെ, എനിക്കതിനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് നീ ആവശ്യമില്ലാത്ത പണിക്ക് വേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുകയല്ല ചെയ്തത്. വീടിൻ്റെ ഉള്ളിൽ പോയി ഒരു കൊട്ടയിലിത്തിരി കാരൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പാവങ്ങൾക്ക് കൊടുക്ക്. അപ്പോൾ അയാൾ പറഞ്ഞു, നബിയെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് എന്നെപ്പോലെ ദരിദ്രനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് നബി പറഞ്ഞു, നന്ദി കൊണ്ടിട്ട് കഴിച്ചോ. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു പാഠമുണ്ട്. സ്വന്തം ഭാര്യയെ റമളാനിൻ്റെ പകലിൽ ലൈംഗികമായ ആഗ്രഹപൂർത്തീകരണത്തിന് ഉപയോഗിച്ചൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ശക്തമായ പരിശീലനം ഇതാണെങ്കിൽ, സ്വകാര്യമായ ചാറ്റുകളും ലൈംഗിക രംഗത്തെ വ്യത്യസ്തമായ തിന്മകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തെ എന്തുമാത്രം പറിച്ച് നടണമെന്നൊരു മെസ്സേജ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റമളാനിൻ്റെ
ലക്ഷ്യം എന്താണെന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകണം എന്നതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് തഖ്വ? തഖ്വ എന്ന് ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം, അമാ സലക്ത ത്വരീഖൻ ദാത ഷൗക്കിൻ, മുള്ളുകളുള്ള വഴികളിലൂടെ അങ്ങ് നടന്നു പോയിട്ടില്ലേ? അതെ, പോയിട്ടുണ്ട്. ഫമാദാ ഫഅൽത, അപ്പം അങ്ങ് എന്ത് ചെയ്തു? ശമ്മർത്തു വജ്തഹത്തു, ഞാൻ എൻ്റെ വസ്ത്രമൊക്കെ പൊക്കിപ്പിടിച്ചു, ഞാൻ നല്ല സൂക്ഷിച്ച് പരിശ്രമിച്ച് നടന്നു, കാലിൽ മുള്ളുകൊള്ളാതെ നടക്കാനുള്ള ഒരു തരം ശ്രദ്ധ ഞാൻ കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഫദാലിക തഖ്വ, അത് തന്നെയാണ് തഖ്വ എന്ന്. അപ്പോൾ നിലനിൽക്കുന്ന സമൂഹത്തിലെ തിന്മകളെ സ്പർശിക്കാതെ ജോലി സ്ഥലത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, അവർക്ക് സ്വകാര്യതകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ കൈക്കൂലി വാങ്ങുന്ന ഒരു ഓഫീസാണ്, അതല്ലെങ്കിൽ പിന്നെ ഇത്തരം ഒരു വ്യക്തിയുടെ സ്വകാര്യതക്കും ജീവിതത്തിനും ധാർമ്മികതക്കും നിരക്കാത്ത ഒരുപാട് സാധ്യതകളുടെ ലോകമാണ്. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. അത്തരമൊരു ശൈലി ആളുകളാണ്. അവരോടൊപ്പമൊന്നും കൂടാതെ സ്വന്തം ഇച്ഛകളെ നിയന്ത്രിച്ച് അതിനെ ചെങ്ങലക്കിട്ട് അതിനെ കൂട്ടിലടക്കുന്ന, ഇച്ഛകളെ കൂട്ടിലടച്ച് ലോക്ക് ചെയ്യുന്ന, എല്ലാതരം അഡിക്ഷനുകളെയും പുറത്തേക്ക് എടുത്തെറിയുന്ന ഒരു തരം പ്രക്രിയയാണ്, ഒരു തരം പരിശീലന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നമ്മളെ കണ്ണിന് നോമ്പായിട്ടുണ്ടോ? കൽബിന് നോമ്പായിട്ടുണ്ടോ? ചുണ്ടിനും നാവിനും നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യതകൾക്കും നോമ്പായിട്ടുണ്ടോ? ഫോൺ യൂസിങ്ങിൽ നമ്മൾ നോമ്പുള്ളവനായിട്ടുണ്ടോ? അതോ ഇപ്പോഴും ആ സ്ക്രോളിങ് ഇങ്ങനെ നിരന്തരം നടക്കുന്നുണ്ടോ? നമ്മുടെ ഡാഷ്ബോർഡ്, നമ്മുടെ സ്ക്രീൻ ടൈം, യൂസിങ് ടൈം നമുക്ക് ആരുടെ മുന്നിലും കാണിക്കാൻ പറ്റും വിധമുള്ള ഒരു ഇതുണ്ടോ? നമ്മുടെ പാസ്വേഡ് ആർക്കും കൊടുക്കാൻ പറ്റുന്ന, എവിടെയും വിളിച്ചു പറയാൻ പറ്റുന്ന വിധമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇത് നമ്മളോട് വളരെ സ്ട്രോങ് ആയി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇച്ഛകളെ നമ്മൾ കൂട്ടിലടക്കൽ നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. സ്വർഗം സങ്കേതമായി കിട്ടേണ്ടവരുടെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ അവർ ഭയക്കുന്നു. നമ്മൾ പട്ടിനിയും പാമ്പിനെയും പേടിക്കണ പോലെയല്ല. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്ന എൻ്റെ റബ്ബാണ്. എൻ്റെ ശ്വാസവായു, എൻ്റെ ശരീരത്തിലെ രക്തസഞ്ചാരങ്ങൾക്കിടയിൽ നിന്ന് ഓക്സിജൻ നിർമ്മിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സിലിണ്ടറിൻ്റെ അരികിൽ മൂക്കുങ്ങനെ കൊളുത്തി ഞാൻ ഇരിക്കേണ്ടി വരും. എൻ്റെ മലമൂത്ര വിസർജനം എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഞാൻ അപമാനിതനാകും. എൻ്റെ ഹൃദയമിടിപ്പുകൾക്കൊരിത്തിരി വ്യത്യാസം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു രക്തക്കുഴലിൽ അടിയുന്ന കൊഴുപ്പ് നീക്കാൻ ലക്ഷങ്ങളാണ് ചെലവ്. എങ്കിൽ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായ ഇത്ര വർഷങ്ങൾ എൻ്റെ ശരീരത്തെ കൊണ്ടു നടന്ന എൻ്റെ റബ്ബ്, ആ റബ്ബിനോടുള്ള ബഹുമാനം, ആ സ്നേഹം, ആ ഖുശൂ, അതാണ് അവിടുത്തെ അള്ളാഹുവോടുള്ള ഭയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റബ്ബിനെ ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവ, സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കുക. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിന ശൈത്താനി തദക്കറു, അതാണ് വിശ്വാസികളുടെ പ്രത്യേകത. അവരെന്ത് ചെയ്യും? തിന്മയുടെ ഇടം വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അള്ളാഹുവിന് ഓർമ്മ വരും. തിന്മയുടെ ഒരു ഇടം വരുമ്പോൾ, വർത്താനം അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വരും, അള്ളാഹുവിന് ഓർമ്മ വരും, അയാൾ സൂക്ഷിക്കും, അല്ലേ? അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കയ്യേറ്റം ചെയ്യേണ്ട ഒരു ഘട്ടം വരികയാണ്, അള്ളാഹുവിനെ ഓർമ്മ വരും, അയാൾ സൂക്ഷിക്കും. തന്നെ അപമാനിക്കുന്ന ഒരു വ്യക്തിയോടുള്ള തിരിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായ സൂക്ഷ്മതയുണ്ടാകും. അങ്ങനത്തെ ഒരു തലത്തിലേക്ക് ഉയരാൻ നമുക്കെല്ലാവർക്കും കഴിയുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. അതിന് പരസ്പരമുള്ള പ്രാർത്ഥന ആവശ്യമാണ്. നോക്കൂ നിങ്ങൾ, ഈ അള്ളാഹ് എന്നുള്ള ആ ഒരു പാസ്വേഡ് ഹൃദയത്തിൽ സെറ്റ് ചെയ്ത ആളുകൾ ചരിത്രത്തിൽ സൃഷ്ടിച്ച തുല്യതയില്ലാത്ത ഉദാഹരണങ്ങളുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ, മുമ്പ് ചരിത്രത്തിൽ കടന്നുപോയ ചില ആളുകൾ ഒരു ഗുഹയിൽ കയറി, അങ്ങനെ ഫൻഹദറത്ത് സഖറത്തും മിനൽ ജബലി ഫസദ്ദത്ത് അലൈഹൽ ഗാർ, ഒരു മലയുടെ മുകളിൽ നിന്നൊരു വലിയ കല്ല് വന്നിട്ട് ഈ പാറയുടെ മുഖം അടഞ്ഞുപോയി. ഇരുട്ടിൽ ശ്വാസം നിലക്കുന്ന ആ ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ ആ മൂന്ന് വ്യക്തികൾ അസ്വസ്ഥരായി. അവർ ടെൻഷനായി. അവരിങ്ങനെ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മുൻനിർത്തി നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. മൂന്നാളുകൾ 3 പ്രാർത്ഥന നടത്തി. വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം ഞാനിവിടെ പറയാം. ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി കുൻതു അഹബ്ബുന്നാസി ഇലയ്യ ഇബ്നത അമ്മിൻലി,
എൻ്റെ എൻ്റെ മൂത്താപ്പാൻ്റെ മോൾ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ പ്രണയിച്ച പെണ്ണായിരുന്നു. ഞാൻ അവളോട് പലതവണ അവളുടെ ശരീരം ആവശ്യപ്പെട്ടതാണ്, പക്ഷേ അവൾ എനിക്ക് തന്നില്ല. അവസാനം എനിക്ക് അവൾ സാമ്പത്തികമായി ഞെരുങ്ങിയ ഒരു സമയത്ത് എന്നോട് ക്യാഷ് ചോദിച്ചു വന്നപ്പോൾ ഞാൻ അവളോട് ശരീരം തിരിച്ചു ചോദിച്ചു. നിർവാഹമില്ലാതെ അവൾ എൻ്റെ മുന്നിൽ വഴങ്ങിയപ്പോൾ ഫലമ്മ ഖദർതു അലൈഹ, എനിക്ക് അവളെ ശാരീരികമായി ഉപയോഗിക്കാവുന്നൊരു ഘട്ടമെത്തിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ല വലാ തഫുല്ലുൽ ഖാതിം ഇല്ലാ ബിഹഖ്ഖിഹി ഫതഹറജ്തു മിൻഹ വൻസറഫ്തു അൻഹ. എന്താ, ഞാൻ അവളുടെ ശരീരത്തിൽ ഇരുന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിനക്ക് അവകാശമില്ലാത്തതൊന്നും നീ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളിൽ നിന്ന് പിരിഞ്ഞു പോന്നു. ഇത്തഖില്ല, അവൾ എന്നോട് അള്ളാഹനെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മനോഗതം ഉണ്ടായത് എന്നാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് അള്ളാഹ് കേൾക്കുമ്പോൾ തിന്മകളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കാൻ മാത്രം പ്രാപ്തമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബ്അൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന സന്ദേശങ്ങൾക്ക് അവൻ്റെ മനസ്സും ചിന്തയും ഇച്ഛയും അതനുസരിച്ച് സഞ്ചരിക്കുന്നത് വരെ. മുടി എങ്ങനെ വെട്ടണം, താടി എങ്ങനെ വെക്കണം, എൻ്റെ സൗന്ദര്യ സങ്കല്പം എന്താകണം, ഞാൻ ചുണ്ടിങ്ങനെ ചോപ്പിക്കുമ്പോൾ, ഒരു ലേഡി മാറിടം പ്രദർശിപ്പിക്കുമ്പോൾ, ഒരു പുരുഷൻ അവൻ ട്രെൻഡുകൾക്കൊപ്പം അവൻ്റെ ജീവിതത്തെ സെറ്റ് ചെയ്യുമ്പോൾ, എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു സോഡ ഉണ്ടാക്കി, സോഡൻ്റെ ഉള്ളിലേക്ക് മഞ്ഞളും മല്ലിയും എല്ലാം കണ്ടാം എല്ലാ സാധനവും നിറച്ചിട്ട് ഒരു എറിഞ്ഞിട്ട് പിടിച്ചിട്ട് ഗുഞ്ചർ പിഞ്ചർ സോഡ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം പിന്നെ അവിടെ പോയി വരി നിൽക്കുകയാണ് അല്ലേ. നോമ്പ് കാലത്ത് നമ്മളെ ചെറുപ്പക്കാർ ജെൻസി എന്ന് പറയുന്ന സാധനം അവിടെ പോയി വരി നിൽക്കുകയാണ്. അത്ര മണ്ടന്മാരാകാൻ പാടില്ല. തലൻ്റെ ഉള്ളിൽ തലച്ചോറ് തന്നെയാണ്, നെയ്ച്ചോറല്ലാന്ന് സമുദായത്തിലെ ചെറുപ്പക്കാർ തെളിയിക്കണം എന്നാണ് ഞാൻ പറയാം. അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമ്പ് എന്നുള്ളത് ഒരു വൈബിൻ്റെ കാലമാണ്. എന്ത് വൈബിൻ്റെ? ഈമാനികമായ വൈബിൻ്റെ കാലമാണ്. അവിടെ എന്താ സംഭവിക്കേണ്ടത്? അവിടെ ഇച്ഛകളെ നിയന്ത്രിക്കണം, പിന്നെ ചുറ്റുമുള്ളവർക്കുള്ള സഹായങ്ങൾ എത്തിക്കണം. നിങ്ങളുടെ അയൽപക്കത്തെ വീട്ടിൽ ആ വരാന്തയിലിരിക്കുന്ന ഒരു കാരണവരുണ്ട്, ചോദിക്കണം, നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോകാത്തതാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോയാലോ? എങ്ങനെ മാനേജ് ഞാൻ കൊണ്ടുപോകാൻ വഴിയുണ്ട്, ഞാൻ വീൽ ചെയർ ആയിട്ട് വരാം, നമ്മളെ പാലിയേറ്റീവിലുണ്ടല്ലോ വീൽ ചെയർ, നമുക്ക് പോവാം. സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അല്ലേ, രാവും പകലും അറിയാതെ ഒരു റൂമിൽ അങ്ങനെ ഉറങ്ങുന്ന ജീവിക്കുന്ന ഒരാൾ, അയാളങ്ങനെ വാരി എടുത്തിട്ട് അയാളുടെ വീട്ടിൻ്റെ മുറ്റത്തൊന്ന് കൊണ്ടുവന്ന് ഇരുത്തൽ, അതൊരു ഒരു ഒന്നാം തരം വൈബാണ്. അപ്പോൾ ഈ നോമ്പിനും പെരുന്നാളിനൊക്കെ ഉണ്ടാവേണ്ടത് അതാണ്. എഴുത്തിക്കാഫിൻ്റെ ദിവസങ്ങൾ വരുമ്പോൾ എഴുത്തിക്കാഫിൻ്റെ ദിവസങ്ങൾക്ക് വേണ്ടി റെഡിയാവുക. നമ്മളെ കയ്യിൽ കിട്ടിയ പണം സദഖയായി പലർക്കും എത്തിക്കുക. ഇപ്പോൾ വിസ്റ്റം യൂത്തിൻ്റെ കീഴിൽ ട്രീറ്റ് പദ്ധതി നടക്കുന്നൊരു സന്ദർഭമാണ്. എന്താ, ഭക്ഷണത്തിന് പ്രയാസമുള്ള ആളുകൾക്ക് ഒരു മാസത്തെ ഭക്ഷണം ഒരു കടയിൽ നിന്ന് വാങ്ങാൻ വിധം അവിടെ കാശ് കൊടുക്കുക. ഒരു മാസത്തെ ഭക്ഷണത്തിൻ്റെ വില 2000 രൂപയാണ് നമ്മൾ വാങ്ങണത്. അപ്പോൾ ഇഷ്ടംപോലെ പിന്നെ അരിയൊക്കെ കിട്ടുന്നുണ്ട്. നല്ല റേഷനരി പുഴുങ്ങിയിട്ട് നമ്മളെടുത്ത് വെച്ചെന്നാൽ നമ്മൾ എത്ര വട്ടം തിന്നും? കറക്റ്റാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ മനുഷ്യർ എന്നുള്ളവർക്ക് അവരുടെ വീടുകളുണ്ട്, കുട്ടികളുണ്ട്, ദാരിദ്ര്യമുണ്ട്, മഹാരോഗങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ കഷ്ടപ്പെടുകയാണ് രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി. അവരെയാണ് മിസ്കീനുകൾ എന്ന് പറഞ്ഞത്. വല യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പരിശ്രമവും നടത്തണില്ല എന്നാണ്. അപ്പോൾ അത്തരം പരിശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത് അത്രയും പുണ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഞാനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ, അതിലൊന്ന് ഞാൻ ഭാഗവാക്കാകട്ടെ. ഇപ്പം ജമീൽ ഓൺലൈൻ ലൈബ്രറി പുതിയ കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഖുർആൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് വഴികൾ, അതാണ് നമ്മളെ വൈബായിട്ട് വരേണ്ടത്. അങ്ങനെ സഞ്ചരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വാക്കിനെ, പ്രവൃത്തിയെ, ചിന്തയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമിഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.